ആരോഗ്യപരമായിട്ട് വളരെ അത്യുത്തമമായ ഒരു ഉലുവ സൂപ്പാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. കർക്കിടക മാസമായതിനാൽ ഈ ഒരു ഉലുവ സൂപ്പ് വളരെ ഉപയോഗപ്രദമാകും. നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾക്കും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുവാനും പിന്നെ പ്രമേഹത്തിനൊക്കെ ഇത് വളരെയധികം ഉപകാരപ്രദമാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ. തലേന്ന് കുതിർത്ത് വെച്ച ഉലുവയാണ്. പിറ്റേന്ന് രാവിലെ നന്നായിട്ട് കഴുകി കുക്കറിലോട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് വേണം വേവിക്കാൻ. ഞാനൊരു 5 വിസിലിനാണ് വേവിച്ചെടുത്തത്. പിന്നീട് അതിൻ്റെ എയറെല്ലാം പോയി നല്ലോണം തണിഞ്ഞിട്ട് വേണം പിഴിഞ്ഞെടുക്കാൻ. ഉലുവ വെന്തൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്ക് തേങ്ങാപ്പാൽ റെഡിയാക്കേണ്ടതുണ്ട്. അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ തേങ്ങ തന്നെയാണ്. പിന്നെ 2 അണി ശർക്കര 1.5 ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ലായനിയാക്കി എടുക്കണം. ചൂടാറിയതിന് ശേഷം ഉലുവ നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിലെ നീര് നമുക്ക് ഊറ്റിയെടുക്കണം. അരിപ്പയിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് വേണം റെഡിയാക്കാൻ. ഉലുവ വേവിക്കുന്ന സമയത്ത് കുറച്ചധികം വെള്ളം വെക്കണം. കാരണം വെന്ത് കഴിഞ്ഞാലും ആ വെള്ളം ഒരുപാടൊന്നും കൂടി പോവില്ല. ഏകദേശം കണക്കായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇതാ കംപ്ലീറ്റ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉലുവ സൂപ്പ് ഈ പാത്രത്തിൽ ഇത്രയുമാണ് കിട്ടിയത്. പിന്നീട് അതിലോട്ട് ശർക്കര ലായനി അരിച്ചു പാരാം. ശേഷം തേങ്ങാപ്പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ച് ഒരു 2-3 മിനിറ്റോളം ഒന്ന് ചൂടാക്കിയെടുക്കണം. അപ്പോഴേക്കും സൂപ്പ് റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരൊന്നും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പവുമാണ്. വീട്ടിലുള്ളവർ കുടിക്കാത്ത കുറേ പേരുണ്ടാകും. അവർക്കെല്ലാം ഇഷ്ടമാകും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. സപ്പോർട്ട് വേണം. എല്ലാവരും വീഡിയോ കണ്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു.